വെൽക്കം ടു മല്ലു ക്യൂളർ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ചെൽസി വേഴ്സസ് ബാഴ്സ മാച്ചിൻ്റെ പ്രിവ്യൂ ആണ്. അപ്പോൾ 26-ന് പുലർച്ചെ 1:30ക്കാണ് കളി നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കളി നടക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ചിട്ടാണ്. പിന്നെ നിലവിൽ ചെൽസിൻ്റെ ഫോം അവർ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് മാച്ചിൽ പെർഫോമൻസ് കൺവിൻസിങ് അല്ലെങ്കിൽ പോലും അവർ 2-0 വിക്ടറി നേടിയെടുക്കുന്നുണ്ട് ബേൺലിക്കെതിരെ. അപ്പോൾ അവരുടെ സൈഡത്തെ പ്ലേയേഴ്സിനെ കുറിച്ചും നമ്മുടെ സൈഡത്തെ പ്ലേയേഴ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അവരുടെ സൈഡിൽ ഗോൾ കീപ്പറായിട്ട് സാഞ്ചസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ടോസിനും അതേപോലെ തന്നെ ചലോബൊക്കെ ആയിരിക്കും സെൻറ്റർ ബാക്ക് ഡോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അറിയാലോ അവിടെ പ്രശ്നങ്ങളുണ്ട്. അവരുടെ സെൻറ്റർ ബാക്ക് ഏരിയയിൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വിങ് ബാക്സിലേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റ് ബാക്കായിട്ട് കുക്കുറയ, റൈറ്റ് ബാക്കായിട്ട് റീസ് ജെയിംസൺ ആയിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, മോയിസസ് കായ്സഡോ ഉണ്ട്. ഒരു നമ്പർ 10 റോളിലൊക്കെ കളിക്കാൻ വേണ്ടി പോകുന്നത് ജാവോ പെഡ്രോ ആയിരിക്കും. റൈറ്റിൽ നമ്മൾ മിക്കവാറും കാണാൻ വേണ്ടി പോകുന്നത് നെറ്റോനായിരിക്കും. ലെഫ്റ്റിൽ ഗർനാച്ചോ ആയിരിക്കും. സ്ട്രൈക്കറായിട്ട് നമ്മുടെ ഡെലാപ്പായിരിക്കും. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കീ പ്ലെയേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. എസ്താവനെ പോലത്തെ വളരെ കീ ആയിട്ടുള്ള പ്ലെയേഴ്സ് വന്നിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ചെൽസിൻ്റെ സ്ട്രോങ് പോയിന്റ്സും വീക്ക് പോയിന്റ്സും ഒക്കെ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലെയല്ല, നമ്മുടെ ഗോൾ കീപ്പർ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുണ്ട്. പണ്ട് ഭയങ്കര മിസ്റ്റേക്ക് പ്രോൺ ആണെന്നുള്ള ഒരു പരാതി നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത്തരത്തിലുള്ള പരാതിയൊന്നും നമുക്കില്ല എന്നുള്ളതാണ്. പക്ഷേ സെൻറ്റർ ബാക്ക് ഏരിയാസിലേക്ക് വരുമ്പോൾ പ്രശ്നമുണ്ട്. ഇപ്പം ലാബൻ ടോസിനൊക്കെ ഇങ്ങനെ കളിക്കുമെങ്കിൽ പോലും അവർ വൾണറബിൾ ആണ്. എസ്പെഷ്യലി ബാഴ്സിൻ്റെ പ്രസ്സിനെതിരെ അവർ വൾണറബിൾ ആവാനുള്ള വളരെ കൂടുതലാണ്. അറിയാലോ, ഇപ്പം മുന്നത്തെ മാച്ചിലൊന്നും കണ്ട പോലെയല്ല ചെൽസിക്കെതിരെ ബാഴ്സ പ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ബാഴ്സയിലെ മോസ്റ്റ് കീ പ്ലെയർ ആയിട്ടുള്ള റഫീഞ്ഞ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ പ്രസ് ടോട്ടലി മാറും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഏക കൺസേൺ എന്ന് പറയുന്നത് റാഷ്ഫോർഡ് വന്നു കഴിഞ്ഞാൽ, റാഷ്ഫോർഡ് ഫിറ്റ് ആണെന്നുള്ള കേൾക്കുന്നുണ്ട്. അപ്പോൾ റാഷ്ഫോർഡ് വന്നു കഴിഞ്ഞാൽ റാഷ്ഫോർഡ് പ്രസ് ചെയ്യുമോ ഇല്ല എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ റാഷ്ഫോർഡ് പ്രോപ്പറായിട്ട് പ്രസ് ചെയ്തില്ലെങ്കിൽ അത് ബാഴ്സക്ക് പണി തരാനുള്ള സാധ്യത ഒരുപാടാണ്. ആളുടെ ഓപ്പോസിറ്റ് കളിക്കുന്നത് മിക്കവാറും റീസ് ജെയിംസ് ആയിരിക്കും. ഇനിയിപ്പോൾ റീസ് ജെയിംസ് അല്ലെങ്കിൽ ഇപ്പോൾ മാലോഗുസ്ത വന്നു കഴിഞ്ഞാലും, സെക്കൻഡ് ഹാഫിൽ മാലോഗുസ്ത വന്നു കഴിഞ്ഞാലും അവരെ പ്രോപ്പറായിട്ട് പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ കളിയിൽ ആ സൈഡിൽ നല്ല രീതിക്ക് കളി ഫ്രണ്ടിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് അവരുടെ ഡിഫൻസ് ഒരു വൾണറബിലിറ്റിയാണ്. പക്ഷെ മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവർ ഭയങ്കര സ്ട്രോങ് ആണ്. എന്താ പറയുക, എൻസോ ഫെർണാണ്ടസ്, മോയിസസ് കായ്സഡോ, ഈ രണ്ടാൾക്കാർ അറിയാലോ ടോപ്പ് ക്ലാസ് ആണ്, വേൾഡ് ക്ലാസ് ആണ്. മോയിസസ് കായ്സഡോ ഒക്കെ നിലവിൽ വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് നമ്പർ 6 ആണ്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് നമ്പർ 6 ആണ്. ചെൽസി മാച്ചസിൽ എസ്പെഷ്യലി ബിഗ് മാച്ചസിലേക്ക് വരുന്ന സമയത്ത് ആൾ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് ഭയങ്കര നൈസാണ്. പിന്നെ എൻസോ ഒരു ഓൾറൗണ്ടർ എന്നുള്ള നിലക്ക് അറിയാലോ, ഹയർ അപ്പ് ദ പിച്ചിലേക്ക് പോകുന്നു, ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യുന്നു, സൂപ്പർ പാസസ് കൊടുക്കുന്നു, എന്തിനും പറ്റുന്ന ഒരു പ്ലെയറാണ് എൻസോ ഫെർണാണ്ടസ്. അങ്ങനത്തെ ഒരു പ്ലെയർ ഉണ്ട്. അപ്പം അവർ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പ്രധാനപ്പെട്ട ഒരു പണി. അവരുടെ ഡിഫൻസ് ഓൾറെഡി കുറച്ച് വൾണറബിൾ ആണ്. അപ്പം അവിടെ കുറച്ചധികം പ്രസ് ചെയ്ത് അത് മുതലെടുക്കുക. അതേപോലെ തന്നെ ഈ മിഡ്ഫീൽഡ് ബോൾ എടുത്ത് മുന്നോട്ട് വരുന്നത് സ്റ്റോപ്പ് ചെയ്യുക. അത് തന്നെയാണ് നമ്മുടെ ടീമിലെ പല പ്ലെയേഴ്സിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അപ്പോൾ ബാഴ്സൻ്റെ പ്ലെയേഴ്സ് അവിടെ ലേസി ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മിഡ്ഫീൽഡിനെ, ഈ സ്ട്രോങ് ആയിട്ടുള്ള മിഡ്ഫീൽഡിനെ തടയാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ അറ്റാക്കിംഗ് സൈഡിലേക്ക് വരുന്ന സമയത്ത് നെറ്റോ 2-3 ആളെ വർക്കിലോട് എടുക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റാഷ്ഫോർഡ് മേ ബി കുറച്ച് ലേസി ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ റാഷ്ഫോർഡ് ലേസിയാണ്. റാഷ്ഫോർഡ് കളിക്കുന്ന ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം അവരുടെ റാഷ്ഫോർഡിൻ്റെ ഓപ്പോസിറ്റ് അവരുടെ റൈറ്റിലുള്ളത് മേ ബി മാലോഗുസ്തോ, റീസ് ജെയിംസ്, അതേപോലെ തന്നെ പെഡ്രോ നെറ്റൊക്കെ ആയിരിക്കും. അപ്പം പെഡ്രോ നെറ്റോ ഡീപ്പിലേക്ക് വരും. എന്നിട്ട് എന്താ പറയുക, ബോൾ എടുത്തിട്ട് സൂപ്പറായിട്ട് വളരെ പേസി ആയിട്ട് ഫ്രണ്ടിലോട്ട് പോകും. എസ്പെഷ്യലി നമ്മൾ ഹൈ ലൈനാണ് കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി ഒരു തലവേദനയായിട്ട് മാറും. ആളുടെ റൺസും ആളുടെ പ്രസ്സിങ്ങും ആളുടെ കോർഡിനേഷനും എല്ലതും ഭയങ്കര തലവേദനയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡെലാപ്പ് ഉണ്ട് ഗോൾ സ്കോറായിട്ട്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഡെലാപ്പിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും അറോഹനെ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യിക്കുന്നുണ്ടാവും. പിന്നെ ഗർനാച്ചോ ഉണ്ട്. ഗർനാച്ചോ അത്യാവശ്യം ത്രെറ്റ് വരുന്ന പ്ലെയറാണ്. ഓപ്പോസിറ്റുള്ളത് കൂണ്ടയാണ്. അപ്പോൾ കൂണ്ടേൻ്റെ ഒരു ബെസ്റ്റ് ഫോമിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അതാണ് അവരുടെ ടീമിനെ കുറിച്ച് പറയാനുള്ളത്. അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഞാൻ പറയുകയാണെങ്കിൽ അത് മിഡ്ഫീൽഡാണ്. അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് പറയുന്നത് അത് സെൻറ്റർ ബാക്സ് ആണ്. പിന്നെ ഫൈനൽ തേർഡിലേക്ക് വരുന്ന സമയത്ത് ദേ ആർ ഗുഡ്. ഓക്കെ, പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് ലൈനപ്പിനെ കുറിച്ചാട്ടോ പറഞ്ഞത്. പിന്നെ ബെഞ്ചിൽ നിന്ന് വരാനുള്ള പ്ലേയേഴ്സ് വേറെയുണ്ട്. ബെഞ്ചിൽ നിന്നിപ്പോൾ
എനിക്ക് ഏറ്റവും പേടിയുള്ള പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്താവോ വില്യനാണ്. എസ്താവോ വില്യൻ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കുമെന്ന് പടച്ചവനറിയാം. കാരണം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. സോ എസ്താവോ വില്യൻ വന്നു കഴിഞ്ഞാൽ അത് നല്ല ത്രെറ്റ് ബാഴ്സക്ക് കൊടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ 45 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 60 മിനിറ്റിന് ശേഷം എന്തായാലും എസ്താവോ വരും. അപ്പോൾ എസ്താവോനൊക്കെ എഫക്റ്റീവായിട്ട് തടയാൻ വേണ്ടിയിട്ടുള്ള പ്ലാന് ബാഴ്സ ഇടണം. ബാഴ്സൻ്റെ സ്ക്വാഡിനെ കുറിച്ചൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ ബാഴ്സൻ്റെ ഗോൾ കീപ്പറായിട്ട് അവിടെ ജോൻ ഗാർഷ്യ ഉണ്ടായിരിക്കും. ഡിഫൻസിൽ മിക്കവാറും അറൗഹോയും കുബാർസിയും ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ലെഫ്റ്റിൽ ബാൾഡെ, റൈറ്റിൽ കൂണ്ടെ. മിഡ്ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കവിടെ കസാഡോനെ കാണാം, ഫ്രാങ്കി ഡിയോങ്ങിനെ കാണാം. നമ്പർ 10 റോളിലായിരിക്കും മിക്കവാറും നമ്മുടെ ഈ ചങ്ങായി കളിക്കാൻ വേണ്ടി പോകുന്നത്, റഫീഞ്ഞ. പിന്നെ ലെഫ്റ്റ് വിങ്ങറായിട്ട് റാഷ്ഫോർഡ്, റൈറ്റ് വിങ്ങറായിട്ട് യമാൽ, സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിലിപ്പോൾ ഇനിയിപ്പോൾ റഫീഞ്ഞൻ്റെ ഫിറ്റ്നസ് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ മേ ബി അവിടെ ആര് വരാം, ഫെർമി വരാം. എന്തായാലും ഓൽമോനെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ചില മാച്ചപ്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് കുക്കുറയ വേഴ്സസ് യമാലാണ്. കുക്കുറയ എന്ന് പറയുന്നത് വെളിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആണ്. ഇവരുടെ ഈ ഒരു ഫേസ് ടു ഫേസ് സംഭവം ഉണ്ടല്ലോ, അതെന്തായാലും ഭയങ്കര രസമായിരിക്കും. പിന്നെ വേറൊരു ക്രൂഷ്യൽ മാച്ചപ്പ് സെക്കൻഡ് ഹാഫിൽ വരാൻ വേണ്ടി പോകുന്നത് അത് ബാൾഡെ വേഴ്സസ് നമ്മുടെ എസ്താവോ വില്യനാണ്. അതും എന്തായാലും നൈസ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മിഡ്ഫീൽഡ് ബാറ്റിലാണ്, അത് സെറ്റായിരിക്കും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ റഫീഞ്ഞ ഉണ്ട് അവിടെ. റഫീഞ്ഞ ചെൽസിൻ്റെ മിഡ്ഫീൽഡിനെ മാക്സിമം പ്രസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ്. പിന്നെ ഓൺ ദ ബോളിൽ നമുക്ക് ഇമ്മൻസ് ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറെ ഇപ്പോൾ ഉള്ളൂ, അതൊരു പ്രശ്നമാണ്. അതായത് ഇപ്പം ബാഴ്സയിൽ നോക്കുന്ന സമയത്ത് പെഡ്രി ഇല്ല, അവിടെ ഉള്ളത് ഫ്രാങ്കും കസാഡോ ആണ്. കസാഡോ ഓൺ ദ ബോൾ ടു സ്ട്രോങ് അല്ല, പക്ഷേ ഡിഫെൻസീവ്ലി ആൾ സ്റ്റെബിലിറ്റി കൊടുക്കും. ഓക്കെ, പക്ഷെ ഓൺ ദ ബോൾ അത്ര പോരാ. അപ്പോൾ ഫ്രാങ്കി ഓൺ ദ ബോൾ എത്രത്തോളം മാജിക് കാണിക്കും എന്നുള്ളത് ഈ ഒരു മാച്ചിൽ ഭയങ്കര ക്രൂഷ്യൽ ഫാക്ടറാണ്. ഇപ്പോൾ ഫ്രാങ്കും പെഡ്രിയോ ആണെങ്കിൽ നമുക്ക് ഓൺ ദ ബോൾ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇമ്മൻസ് ആയിരുന്നു. ഇപ്പം അതില്ല, പക്ഷെ നമുക്ക് കുറച്ചുകൂടി ഡിഫെൻസീവ് സ്റ്റെബിലിറ്റി ഇവിടെ കൈവരുന്നുണ്ട് കസാഡോ ഉള്ളത് കൊണ്ട്. പിന്നെ അവരുടെ മിഡ്ഫീൽഡിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ പ്ലെയേഴ്സ് ആർ ഗുഡ്. അവരിപ്പോൾ ലാസ്റ്റ് മാച്ചൊക്കെ ജയിച്ചിട്ട് അത്യാവശ്യം നല്ല ഷേപ്പിലാണ് നിൽക്കുന്നത്. സോ എല്ലാവരും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, എസ്പെഷ്യലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൂണ്ടെ, ബാൾഡെ രണ്ടാളും സീസണിൽ ബെസ്റ്റ് ഫോമിലേക്കൊന്നും എത്തിയിട്ടില്ല. സോ അവരൊക്കെ ആ ഒരു പ്രോപ്പർ ഫോമിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഹാൻസി ഫ്ലിക്ക് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചിലപ്പം ലെവൻഡോസ്കിക്ക് പകരം ഫെറാന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരിക്കും ചിലപ്പോൾ പ്രസ്സിങ് ടേംസ് വെച്ചിട്ട്. പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുക എന്തായാലും ലെവൻഡോസ്കിനെ തന്നെ ആയിരിക്കും. കാരണം ഗോൾ സ്കോർ ചെയ്യണം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ഗോൾ സ്കോർ ചെയ്യുക വേണം. സോ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ചങ്ങായിനാണ് പ്രിഫർ ചെയ്യുക. വേറൊരു മാച്ചപ്പ് റാഷ്ഫോർഡ് വേഴ്സസ് റീസ് ജെയിംസ് ആണ്. ഇപ്പോൾ ചെൽസിക്കെതിരെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നല്ല കളി കളിക്കുന്ന ഒരു പ്ലെയറാണ് റാഷ്ഫോർഡ്. സോ റാഷ്ഫോർഡ് വേഴ്സസ് റീസ് ജെയിംസ് ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചപ്പാണ്. ഓക്കെ, പിന്നെ അതന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.